സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നാണ് തോന്നുന്നു. അതിനകത്തൊരു കഥാപാത്രമുണ്ട്, എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറയുന്നത്. അത്തരം എട്ടുകൂലി മമ്മൂഞ്ഞാവാൻ ദയവായി ശ്രമിക്കരുത്. ഇപ്പൊ നിങ്ങളിവിടെ പ്രധാനമായി പറയുന്നു കുടിവെള്ളം. ഇപ്പൊ നമ്മളൊക്കെ രാജസ്ഥാനിലെ ഏതോ ഒരു വലിയ മരുഭൂമിയിലാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം കുടിവെള്ളം ഇല്ലാതെ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടുകയാണ്. ഞങ്ങൾ കുടിവെള്ളം ഉറപ്പാക്കുമെന്നാണ് പറയുന്നത്. എന്തുറപ്പാണ് നിങ്ങളാക്കുന്നത്? എങ്ങനെയാണ് ഈ കുടിവെള്ളം ഇന്നത്തെ രീതിയിൽ എത്തിയത്? നമ്മളത് കൃത്യമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് ഇവിടെ ഒരു ഇടതുപക്ഷത്തിന്റെ മെമ്പർ ഉണ്ടായിരുന്നു, ശ്രീ VS അനിൽകുമാർ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വന്നൊരു പദ്ധതിയാണ് ഈ കുന്നത്തുപറമ്പ് കുടിവെള്ള പദ്ധതി എന്നുള്ളത്. AC മൊയ്തീൻ MLA ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഫണ്ട് കൊണ്ടുകൂടി നിർമ്മിച്ച ഒരു പദ്ധതിയാണ് ഈ വാട്ടർ ടാങ്കും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളും. ഇത് ആരാണ് കൊണ്ടുവന്നത്? ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് അവർ കൊണ്ടുവന്ന ഒരു പദ്ധതി പല കാരണങ്ങളാൽ നിങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു. ശരി, അങ്ങനെ ഹൈജാക്ക് ചെയ്തിട്ട് എന്താ സംഭവിച്ചത്? ആ പദ്ധതി നിങ്ങൾ ഭംഗിയായി നടത്തി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഓരോ ആളുകൾക്കും അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല. ഒരു പദ്ധതി തുടങ്ങുമ്പോൾ ആ പദ്ധതിയിൽ നിന്നും എത്ര ജലം ലഭിക്കുമെന്നും അതിൽ നിന്ന് എത്ര ഗുണഭോക്താക്കൾക്ക് അത് നൽകാമെന്നുള്ളതിന് കൃത്യമായിട്ടൊരു കണക്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ പിടിക്കുന്നത് വിജയനെ പോലുള്ളവര് പരമാവധി കൊടുക്കാവുന്ന കണക്ഷൻ 160. നിങ്ങളിപ്പോ പറയുന്നു ഞങ്ങൾ 11 വർഷമോ 12 വർഷമൊക്കെ അതിന്റെ അമരത്തിരുന്നു എന്ന്. നിങ്ങൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത്? 285 കണക്ഷൻ കൊടുത്തു. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? യാതൊരു കാരണവശാലും ഒരു സിംഗിൾ പദ്ധതിയിൽ നിന്ന് 285 വീട്ടുകാർക്ക് സമൃദ്ധമായി വെള്ളം കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് അതിന്റെ ആദ്യകാല റിപ്പോർട്ടിൽ തന്നെയുണ്ട്. പരമാവധി 140 മുതൽ 160. അപ്പൊ പിന്നെ എന്തിനാ 285 കണക്ഷൻ കൊടുത്താൽ? അതിന്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് ഒരു കണക്ഷന് പരമാവധി 7,000 രൂപ, അല്ല, ഒരു കണക്ഷൻ മിനിമം 6,000 7,000 രൂപ, പരമാവധി 25,000 രൂപ വാങ്ങിയ സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ആദ്യത്തെ 30-40 കണക്ഷന് ശേഷം കൊടുത്ത കണക്ഷനുകൾക്ക് ഈ 7,000-ഉം 25,000-ഉം വെച്ച് എത്ര ലക്ഷം രൂപ വിരിച്ചു. എന്നിട്ട് അതിൽ നിന്ന് ഒരു രൂപ ഈ പദ്ധതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചോ? ഈ വരുന്ന അതിന്റെ പൈസ മുഴുവനും അതിന്റെ മറ്റു ചെലവുകൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് കൃത്യമായി ഈ പദ്ധതിയെ നശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ 10-12 വർഷക്കാലം. ഞാനിത് വെറും ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് പറയുന്നതല്ല. ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചതുമല്ല. നമ്മൾ ആരെയും വ്യക്തിപരമായോ ഒരു പരിധിവരെ രാഷ്ട്രീയപരമായോ പോലും നേരിടണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെ എല്ലാവരും ചരിത്രം മറന്നവരും വളരെ പൊട്ടന്മാരുമാണ് എന്നുള്ള തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു പോയേ പറ്റൂ. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഈ പദ്ധതി എങ്ങനെയാണ് ഇന്നിപ്പോ നമ്മുടെ ഇവിടുത്തെ കുടുംബശ്രീകാരുടെ കയ്യിലെത്തിയത്? 2023 ഈ പദ്ധതി ഇനി അന്നത്തെ പൊതുയോഗത്തിൽ പറയാണ്, ഇനി ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, ഞങ്ങൾക്ക് പറ്റില്ല, നിർത്തി, ഇതാരെങ്കിലും ഏറ്റെടുക്കണം. അന്നത്തെ പൊതുയോഗത്തിൽ തീരുമാനിച്ചാണ് ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകർ, നമ്മുടെ സഹോദരിമാർ, വനിതകൾ ഏറ്റെടുക്കട്ടെ. അവർ അത് ഏറ്റെടുത്തു. പക്ഷെ എന്താണ് നിങ്ങളിത് വേണ്ട എന്ന് പറയാനുള്ള കാരണം? നമ്മളൊക്കെ പലതരത്തിലുള്ള ബിസിനസ്സുകളും കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. നമ്മളൊരു പശുവിനെ വാങ്ങി അതിന്റെ പാല് മുഴുവൻ കറന്ന് അതിന് കറവ പറ്റി പിന്നീട് അതിൽ നിന്ന് രക്തം മാത്രമേ വരൂ എന്നുള്ള ഒരു തോന്നലുണ്ടായപ്പോൾ നിങ്ങളത് അവിടെ വെച്ചിട്ട് പോയി ചെയ്തത്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഒരു കുഴൽ കിണറിൽ നിന്ന് 11-12 വർഷക്കാലം തുടർച്ചയായി ഒരു 1.5 ലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം വെച്ച് ഊറ്റിക്കഴിഞ്ഞാൽ ഈ ഭൂഗർഭ ജലം എന്ന് പറയുന്നത് പിന്നീട് ഉണ്ടായെടുക്കുന്നതല്ല, കിടക്കുന്ന വെള്ളം മുഴുവൻ നേരത്തെ 5-6 മണിക്കൂർ നേരം പമ്പ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ 1-2 മണിക്കൂറായി ചുരുങ്ങി. അതിന് നമുക്ക് പുതിയ പദ്ധതികൾ വേണം, പുതിയ കാഴ്ചപ്പാടുകൾ വേണം. ആ പദ്ധതികളും കാഴ്ചപ്പാടുകളാണ് ഇവിടെ ഷീലേച്ചി പറഞ്ഞത്. 14 ലക്ഷം രൂപയാണ് പുതിയൊരു കുടിവെള്ള പദ്ധതിയോ അതുമായി ബന്ധപ്പെട്ട ടാങ്കിനോ പൈപ്പ് ലൈനോ വേണ്ടി നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോ എങ്ങനെയാണ് നിങ്ങളിത് കൊടുക്കാൻ പോകുന്നത്? ഇപ്പോൾ ഏതെങ്കിലും വീട്ടിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ടോ എന്നുള്ളത് ഞാനിത് ഈ ഒരു വിഷയം വന്നപ്പോൾ ജോർജ് ചേട്ടനോട് ഷീസേതൊക്കെ ചോദിച്ചു. നേരത്തെ കൊടുത്തിരുന്നതിനൊക്കെ കൂടുതൽ റീഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 500 ലിറ്റർ എടുത്തില്ലെങ്കിൽ 600-1000 ലിറ്റർ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്.
ഈ പറയുന്ന കുടിവെള്ള ക്ഷാമമൊന്നും നമ്മുടെ ഡിവിഷനകത്തില്ല. വളരെ എന്താ പറയാ, ഏപ്രിൽ മാസമോ മെയ് മാസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നു. ആളുകൾക്ക് നേരത്തെയുള്ള കാര്യങ്ങൾ ഓർക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ ആളുകൾക്ക് തോന്നണം ശരി ഇപ്പൊ കിട്ടുന്നില്ല, നേരത്തെ കിട്ടിയിരുന്നു എന്നുള്ളത്. നേരത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റോഡിന്റെ മറുവശത്തേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. ആ സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഒരു ടാങ്ക് സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ ആ ഭാഗത്തേക്ക് ആക്കേണ്ടി വരും. അങ്ങനെയല്ലേ ഇനി മറികെടുക്കുക? അതിനു പകരം എന്താ പറയുന്നത്, എൻ്റെ കസ്റ്റഡിയിൽ ഒരു കുഴൽക്കിണറുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന്റെ വകയാണ്, ഞാൻ ജയിച്ചാൽ 6 മാസത്തിനുള്ളിൽ അതിൽ നിന്ന് വെള്ളം നൽകും. നമ്മളിപ്പോൾ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളല്ലേ. കടയിൽ പോയിട്ട് 10 രൂപ കൊടുക്കുമ്പോൾ 10 രൂപയ്ക്ക് സാധനം വാങ്ങുന്ന പോലെയാണോ ഒരു പൊതുവായിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക? ഞാൻ ജയിച്ചാൽ നിങ്ങൾക്ക് ആ കിണറിൽ നിന്നുള്ള വെള്ളം തരാമെന്ന്. ഇതെന്താ കച്ചവടമാണോ? ഒരു നല്ല പൊതുപ്രവർത്തനം വേണമെങ്കിൽ അതിൽ നിന്നുള്ള എന്താ പറയുക കിണർ ഈ കമ്മിറ്റിക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ സമർപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ആളുകൾക്ക് വെള്ളം കുടിക്കട്ടെ, ഈ നാട്ടിലെ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് ചിന്തിച്ചുകൂടെ? അപ്പൊ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഇലക്ഷനിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ്. ഇതൊന്നും ആത്മാർത്ഥമായിട്ട് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ വിഷയത്തില് നമ്മൾ ഓരോരുത്തരും അടുത്ത 10 ദിവസത്തിൽ കുറഞ്ഞ സമയമേ നമുക്കുള്ളൂ. ഓരോരുത്തരും കൃത്യമായി വീടുകളിൽ കയറി ഈ വിഷയങ്ങൾ പറഞ്ഞു പോകേണ്ടതായിട്ട് തന്നെയുണ്ട്. അതല്ലാതെ ആളുകൾക്ക് സ്വയം വിലയിരുത്തും എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ കുറെ ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമുക്കറിയാം, സോമേട്ടൻ മാരാത്തുനിന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് ഈ നമ്മളുടെ ഈ ഇവിടെയുള്ളതിന്റെ 10 ഇരട്ടി ഈ പറയുന്ന കുടിവെള്ള ക്ഷാമമുള്ള സ്ഥലം. എത്ര പദ്ധതികൾ കൊണ്ടുവന്ന് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഇതത്ര നിസാരമായി കാണേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ ഈ ഇലക്ഷന്റെ ഈ അവസാന ഘട്ടത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അത്ര നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലുള്ള കുറവുകൾ നിങ്ങൾക്ക് പറയാം. ഇവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കുറവ് വന്നിട്ടുണ്ടോ, മറ്റു വിഷയങ്ങളുണ്ടോ, തുറന്നു പറയാം, ഒരു മടിയില്ല. പക്ഷേ നുണ പറയരുത്. നുണ പറഞ്ഞാൽ നമ്മളിനെ അതിനെ അതേ തരത്തിൽ തന്നെ പ്രതികരിക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സോമേട്ടനെ എല്ലാ തരത്തിലും നമുക്കറിയാം. സോമേട്ടനെ പോലെ ഒരു സ്ഥാനാർത്ഥി ഇപ്പൊ ഇവിടെ സുനിൽകുമാറൊക്കെ പറഞ്ഞാണ്, കഴിഞ്ഞ 50 വർഷക്കാലത്തെ പൊതുജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തനം വേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അഴിമതി എന്ന് പറയുന്നതിനെ എതിർക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ അഴിമതിയുടെ ഒരു കറയും പുരളാതെ സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ഒരു ഉടമ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സോമേട്ടൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്കക്കാടിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. തൊട്ടപ്പുറത്താണെങ്കിൽ ഷീല ചേച്ചിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് നിലവിൽ തന്നെ അറിയാവുന്നതാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായി വളരെ നല്ല നിലയിൽ ഈ നഗരസഭയുടെ ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം തന്നെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ്. രണ്ടുപേരും തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് ആ പ്രദേശത്തിലെ ഓരോ ജനങ്ങളുടെയും ആവശ്യമാണ്. അതിനുവേണ്ടി നാം എല്ലാവരും ഒറ്റക്കെട്ടായി അടുത്ത 10 ദിവസങ്ങളിൽ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് പ്രത്യേകം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.